തണൽ അഗ്രോഫാം നഴ്സറി ചെറുവാഞ്ചേരി. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ തൊടിക്കളത്ത് പ്രവർത്തിക്കുന്ന ചിറ്റാരിപ്പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. കെ ശൈലജ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ROP ഫണ്ടിൽ നിന്നും അനുവദിച്ച 1,40,00,000 രൂപ ഉപയോഗിച്ചാണ് പുതിയ ഇരുനില കെട്ടിടം നിർമ്മിച്ചത്. മുതൽ അധികാരത്തിൽ നിന്ന ഗവൺമെൻറ് ആരോഗ്യ മേഖലയിലുണ്ടായിട്ടുള്ള മാറ്റം അത്ഭുതാവഹമാണ് നമുക്ക് പറയാൻ സാധിക്കും. പൊതുവെ കേരളം ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ എത്രയോ വ്യത്യാസത്തോടെ ആരോഗ്യ മേഖലയിൽ പൊതുജനാരോഗ്യ ശൃംഖല സൃഷ്ടിച്ചെടുത്തിട്ടുള്ള സംസ്ഥാനമാണ്. കേരളത്തിലെ ജനങ്ങളുടെ ആയുസ് വർദ്ധിക്കുന്നതിനും കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുന്നതിനും നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം അങ്ങേയറ്റം സഹായിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. ഒരു നാടിൻ്റെ വളർച്ച, ഗ്രാമത്തിലെ പൗരന്മാരുടെ ജീവിതത്തിലെ മുന്നോട്ട് പോക്ക് വിവിധ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പട്ടിണിക്കാരായിട്ടുള്ള മനുഷ്യരുടെ പട്ടിണി മാറ്റുകയാണ് ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. നമുക്കെല്ലാം ഓർമ്മയുണ്ട്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 1947 നമ്മുടെ എല്ലാം പ്രദേശം, അന്ന് ജനിച്ചവർ അപൂർവമായിട്ട് ഇവിടെ കൂട്ടത്തിലുണ്ടോയെന്നറിയില്ല, ബാക്കി എല്ലാവരും പുതിയ തലമുറയാണ്. 47-നും 57-നും 67-നും 75-നും ഒക്കെ ശേഷം ജനിച്ചിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന തലമുറ. പക്ഷേ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുമ്പോൾ പരമദരിദ്രരായിട്ടുള്ള ജനതയായിരുന്നു ഈ രാജ്യത്തെമ്പാടും ഉണ്ടായിരുന്നത്. കേരളം രൂപം കൊണ്ടിട്ടില്ല. കേരളം എന്ന് പറയുന്ന സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ അതിൻ്റെ കൂടെ ചേർന്നിട്ടുള്ള ഈ മലബാർ മേഖലയിലും നല്ല പട്ടിണിയും കഷ്ടപ്പാടുമായിരുന്നു. വലിയ ഭൂമി ഉടമകളായിട്ടുള്ള ഭൂപ്രഭുക്കളുടെ ജന്മിമാരുടെ ഔദാര്യത്തിന് കീഴ്പ്പെട്ട് വല്ലതും അവരിൽ നിന്ന് കനിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം ഭക്ഷണം കഴിക്കാൻ കഴിയുന്നവരായിരുന്നു ഈ പ്രദേശത്തെല്ലാം ഉള്ള ഇന്നത്തെ നാട്ടുകാരുടെ മുൻ തലമുറക്കാർ. നമ്മളെല്ലാം അത്തരം കുടുംബങ്ങളുടെ പിൻഗാമികളാണ്. എന്നാൽ നമ്മൾ കേരളം ആ അവസ്ഥ മാറ്റിയെടുക്കാൻ തുടർച്ചയായി പരിശ്രമിച്ചു. 1950-ലാണ് ഇന്ത്യക്കൊരു ഭരണഘടന രൂപം കൊണ്ടത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഫായിസ് അരൂൾ അധ്യക്ഷനായി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KT രേഖ മുഖ്യാതിഥിയായി. ദേശീയ ആരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ PK അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗിരിജ കല്യാടൻ, സെക്രട്ടറി മുന്ന P സദാനന്ദൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ OK അനുരാധ, PP പവിത്രൻ, ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് പവിന കാരായി, വൈസ് പ്രസിഡന്റ് K രഘുത്തമൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സിജ രാജീവൻ, മെഡിക്കൽ ഓഫീസർ KP മഞ്ജുള, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P സുധാകരൻ, A ലീന, MH മൊഹസീന, പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് V ബാലൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. സ്പെഷ്യൽ OP, 2 സാധാരണ OP, മിനി ഓപ്പറേഷൻ തിയേറ്റർ, ഫാർമസി സ്റ്റോർ, പ്രീ ചെക്കപ്പ് റൂം, വിശ്രമമുറി തുടങ്ങിയവയാണ് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുക. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്. നിങ്ങളുടെ വീട് നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ തണൽ ആഗ്രോഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.